ലിഡിയ ഗ്രേസ് ജിബിൻ എന്ന ഈ സഹോദരി തിരുവനന്തപുരം സ്വദേശിനിയാണ്. ക്രൈസ്തവ സാഹിത്യ ലോകത്ത് സുപരിചിതനായിരുന്ന, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ജെ.സി. പാറക്കടവിൽ എന്ന അനുഗ്രഹീത മിഷണറിയുടെ മകളാണ് ലിഡിയ. കടലോളം നിറഞ്ഞൊഴുകുന്ന ദൈവമഹത്വത്തിന്റെ സാക്ഷി. ദൈവം ദാനമായി നൽകിയ കഴിവുകൾ ഇന്ന് ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുകയാണ് ഈ സഹോദരി. സാക്ഷ്യകൂടാരം എന്ന ഈ പ്രോഗ്രാം സെഗ്മെന്റിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ ജെ.സി. പാറക്കടവിൽ. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. എൻ്റെ മമ്മിയുണ്ട്, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ഇന്ന് തിരുവനന്തപുരം ചെങ്കൽച്ചൂളയിൽ ലോഗോസ് പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന ഒരു സഭയിൽ ശുശ്രൂഷകരായി സേവനം ചെയ്യുന്നു. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്ന ഒരു കാരണത്താൽ തന്നെ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ബൈബിളുമായും യേശുക്രിസ്തുവുമായും ഒക്കെ നല്ല അനുഭവവും പരിചയവും ബന്ധവും ഒക്കെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വലിയൊരു കൃപയായിട്ട്, വലിയൊരു കരുണയായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം പണ്ടൊക്കെ നമ്മൾ പറയാറുള്ള ഒരു നാടൻ ശൈലിയുണ്ട്, പട്ടാള ചിട്ടയിൽ കുട്ടികളെ വളർത്തുക എന്നൊക്കെ. എൻ്റെ പിതാവിൻ്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നു എങ്കിൽ തന്നെയും വീട്ടിൽ ഞങ്ങളൊക്കെ പട്ടാള ചിട്ടയിലാണ് വളർന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് കാരണം ഞങ്ങളുടെ വീട്ടിൽ പപ്പ, മമ്മി, പിന്നെ ഞാനും എൻ്റെ ചേച്ചിയും മാത്രമായിരുന്നില്ല. പണ്ട് മുതലേ ഉള്ള പപ്പായുടെ ഒരു ആഗ്രഹമായിരുന്നു കുറെ അനാഥ കുട്ടികളെ കൂടെ നിർത്തി വളർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളുടെ കൂടെ 8ഉം 10ഉം കുട്ടികൾ ഉണ്ടായിരുന്നു. ഒന്നിച്ചാണ് ഞങ്ങൾ വളർന്നത്. ചിൽഡ്രൻസ് ഹോം എന്ന് പറയാം നമ്മുടെ വീട്. അപ്പോൾ പപ്പായും മമ്മിയും മക്കളും ഞങ്ങളോടൊപ്പം തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ ആ കുട്ടികളും ചേർന്ന് വളർന്നു വന്നു. അപ്പം അതിലൂടെ അന്നൊക്കെ നമ്മുടെ വീട്ടില് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പ തന്നെ വെച്ച കുറെ ചിട്ടകളാണ്. ഇത്രയും കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ ചിട്ടയായി വളരണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് രാവിലെ ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, ആ സമയത്ത് എഴുന്നേൽക്കുന്ന സമയത്തിന് ശേഷം ഇത്ര സമയം വരെ ബൈബിൾ വായിക്കണം, ഇത്ര സമയം പ്രാർത്ഥിക്കണം, അതിനുശേഷം പല്ല് തേക്കാനുള്ള സമയമാണ്, അതിനുശേഷം പഠിക്കാനുള്ള സമയമാണ്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ സ്കൂളിന് ഗെറ്റ് റെഡി സമയം എന്ന് പറഞ്ഞിട്ട് ഒരു സമയം, പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കളിക്കാനുള്ള സമയം, അതിനുശേഷം ഭക്ഷണം കഴിക്കാനുള്ള സമയം, രാത്രി സന്ധ്യാപ്രാർത്ഥനയുടെ സമയം, അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ ഉറങ്ങാനുള്ള സമയം വരെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഞങ്ങൾക്ക് പണ്ട് മുതലേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആ ടൈം ടേബിൾ വയലേറ്റ് ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പട്ടാള ചിട്ടയിലാണ് ഞങ്ങൾ വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അന്ന് കാർക്കശ്യമുള്ള ഒരു പിതാവിൻ്റെ കീഴിൽ വളരുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് മാനസികമായ സംഘർഷങ്ങൾ, പലപ്പോഴും ഇത് വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പണിഷ്മെൻറ്റും അങ്ങനെ മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും, ഇന്ന് ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനായിട്ട് കഴിയും, ആ ഒരു ചിട്ടയിൽ വളർന്നത് എനിക്ക് നന്മയ്ക്കായി കാരണമായി തീർന്നു. ഇന്ന് എൻ്റെ കുട്ടിയെ എങ്ങനെ വളർത്തണം, ഒരു ചിട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, എൻ്റെ സഭയിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായി തീരണം, അവർക്ക് എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിന് ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടിയത് എൻ്റെ കുട്ടിക്കാലത്തുള്ള ഈ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പിതാവിനോടും അതുപോലെ തന്നെ ദൈവത്തോടും ഞാൻ എപ്പോഴും നന്ദിയുള്ളവളാണ്. ഓർത്തെടുക്കുന്ന ജീവിതാനുഭവങ്ങൾ അമൂല്യമാണ്. ഓരോ ആത്മീക അനുഭവങ്ങളും ജീവിത പാഠങ്ങളായി ഇന്നും മനസ്സിൽ സൂക്ഷിക്കുകയാണ് ലിഡിയ. ഒരു ദിവസം രാത്രിയിൽ, അന്ന് പവർ കട്ടുള്ള സമയമാണ്, അരമണിക്കൂർ പവർ കട്ടുള്ള സമയം. ആ സമയത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചപ്പോൾ അതിൻ്റെ ചുറ്റും കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ഇരുന്നു. അന്ന് പപ്പ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത്
നടന്ന ഒരു ചെറിയ സംഭാഷണത്തിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു ആത്മീക ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. പല വേദികളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിളക്ക് കത്തിച്ച് വെച്ചപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം ഇതിൻ്റെ ചുറ്റും കൂടിയിരുന്ന് വിളക്കിൻ്റെ ആ ഫ്ലെയിം, ആ തിരുനാളം നോക്കിയിരിക്കാനായിട്ട് നല്ല രസമാണ്. അന്ന് ഞങ്ങൾ കുട്ടികളായിരുന്നു. അങ്ങനെ തിരുനാളം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരുപാട് പ്രാണികൾ ഇങ്ങനെ പറന്ന് നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്ന് നടക്കുന്നത് ഞങ്ങൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു വില്ലൻ എന്ന് പറയാം, ഒരു പല്ലി അതിൻ്റെ സൈഡിൽ വന്ന് പോയിന്റ് ചെയ്ത് ഈ പ്രാണികളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ പതുങ്ങിയിരുന്നിട്ട് പെട്ടെന്ന് ഒരു പ്രാണി ഈ പല്ലിയുടെ അടുത്തേക്ക് വന്നപ്പോൾ അത് ചാടി അതിനെ പിടിച്ചു. അങ്ങനെ ചാടി പിടിച്ച് ഈ പല്ലി മറ്റൊരു വഴിക്ക് അങ്ങനെ പോയി. അപ്പൊ അതും ഞങ്ങൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പല്ലിയെ നമ്മൾ തൊടുകയോ അടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പല്ലി പ്രതികരിക്കുന്നത് വാല് മുറിച്ചിട്ട് പല്ലി ഓടിക്കളയും. അപ്പൊ അതാണ് അതിന്റെ ഡിഫെൻസിങ് പവർ എന്ന് പറയുന്നത്. അപ്പൊ പപ്പ പറഞ്ഞു തന്നു, പല്ലിയുടെ ഈ സ്വഭാവം അത് ദൈവം ഡിഫെൻസിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു മാധ്യമമാണ്. ആരെങ്കിലും തൊടുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വാല് മുറിച്ചിട്ട് ഓടിക്കളയുക എന്നുള്ളത്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം കണ്ടുപഠിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ ഒരു ആത്മീക സത്യമാണ് ഈ പല്ലി എന്ന കുഞ്ഞു ജീവി നമ്മളെ പഠിപ്പിക്കുന്നത്. പല്ലി പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എൻ്റെ വാല് വേണമെങ്കിൽ ഞാൻ തരാം, അത് നിങ്ങളെടുത്തോ, പക്ഷെ എനിക്ക് വലുത് എൻ്റെ ജീവനാണ്, അത് ഞാൻ തരാൻ തയ്യാറല്ല, ഞാൻ എൻ്റെ ജീവനും കൊണ്ട് പോകുവാണ് എന്നാണ് ഈ പല്ലി നമ്മളോട് പറയുന്നത്. ഈ ഒരു സന്ദേശം നമ്മളെല്ലാവരും കേട്ടിട്ടേ ഇനി അടുത്ത പ്രാവശ്യം പല്ലിയുടെ അടുത്തേക്ക് പോകാവൂ എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ഈ ലോകത്തിലുള്ള, ഞാനിങ്ങനെ പറയാം, ഈ ലോകത്തിലുള്ള വാലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് വാലിന്റെ വിലയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ കളയാൻ നിൽക്കുകയാണ്. ശരിയല്ലേ? ഇന്ന് വാലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോ പണമാകാം, വണ്ടിയാകാം, വീടാകാം, ജോലിയാകാം, എന്തായിക്കൊള്ളട്ടെ, സോഷ്യൽ സ്റ്റാറ്റസ് ആകാം. ഇന്ന് നമ്മൾ വലുതെന്ന് കരുതുന്ന പലതും അത് വാലിന്റെ സ്ഥാനമേ ഉള്ളായിരിക്കും. പക്ഷെ നമുക്ക് വലുത് നമ്മുടെ ജീവനായിരിക്കണം. ഈ ശരീരത്തിലുള്ള ജീവനല്ല, മറിച്ച് നിത്യജീവനായിരിക്കണം നമുക്ക് വലുത്. അതാണ് പല്ലി നൽകുന്ന പാഠം. ഈ വാലിന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ നിൽക്കരുത്. അവസാനം നമ്മുടെ ജീവൻ നഷ്ടപ്പെടാനായിട്ടിടയാകരുത്. നമ്മുടെ നിത്യജീവന് വേണ്ടിയിട്ടുള്ളത് ഇന്നേ കരുതിക്കൊള്ളണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അന്നത്തെ പപ്പായുടെ ആ ഒരു സന്ദേശത്തിലൂടെ ഇന്നും ആ ഒരു ആത്മിക സത്യം മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഈ ലോകത്തിനു വേണ്ടി നിത്യജീവനെ കളയരുത്. ആ നിത്യജീവൻ പ്രാപിക്കുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. വീണ്ടും വചനം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തു എന്ന നാമം മാത്രമാണ്. +2 കഴിഞ്ഞ സമയത്ത് ഡിഗ്രിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി പഠിച്ചു, യൂണിവേഴ്സിറ്റി കോളേജിൽ BCom പഠിച്ചു. ആ സമയമൊക്കെയും പഠിക്കാൻ പോകുന്നു എങ്കിൽ തന്നെയും പിതാവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് കർത്താവിൻ്റെ വേലയിൽ എന്നെ കൊണ്ടാവുന്നത് ചെയ്യണം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ചിന്തകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. എന്നാൽ പൂർണ്ണസമയമായ ഒരു സുവിശേഷ വേല ചെയ്യണമെന്നോ ഫുൾ ടൈം മിനിസ്ട്രി എന്നൊന്നും അന്ന് മനസ്സിലില്ലായിരുന്നു. പാസ്റ്റർ ആണെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ, അതായത് പൂർണ്ണസമയം ശുശ്രൂഷ ചെയ്യണം, ഞാൻ പാസ്റ്ററാണ്, അതുകൊണ്ട് എൻ്റെ മകളായ നീയും അങ്ങനെ ചെയ്യണം എന്നൊന്നും പപ്പ ഒരിക്കൽ പോലും പറഞ്ഞു തന്നിട്ടില്ല. അദ്ദേഹം കാണിച്ചു തന്ന മാതൃക അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. പഠിക്കാനാകുന്നിടത്തോളം പഠിക്കുക, അതിനുശേഷം എന്താണോ ദൈവം
പറ്റി ആഗ്രഹിക്കുന്നത് ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹവും പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കാലം മുതലേ അങ്ങനെ ശുശ്രൂഷ, മിനിസ്ട്രി, ഫുൾ ടൈം മിനിസ്ട്രി എന്നൊന്നും മനസ്സിലേ ഇല്ലായിരുന്നു. പഠിക്കുന്ന സമയത്ത് അങ്ങ് പഠിച്ചു. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അടുത്ത ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടി, അങ്ങനെ പഠിച്ചു. എന്നാൽ ഡിഗ്രി സമയം ആയപ്പോഴേക്കും, ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ 10ാം ക്ലാസ്, +1, +2 സമയത്തൊക്കെ പല ക്രൈസ്തവ ഓർഗനൈസേഷനുകളിലും വോളണ്ടിയേഴ്സായിട്ട് പപ്പ വിടാറുണ്ടായിരുന്നു. അത് നിർബന്ധിച്ച് വിടാറുണ്ടായിരുന്നു. ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് കേരള എന്ന് പറയുന്ന CEF-ന്റെ ഒരു വോളണ്ടിയറായിട്ട് പണ്ട് മുതലേ അതിലൂടെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. സൺഡേ സ്കൂളും ഇതുപോലെ CEF-ഉം VBS-ഉം ഇതിലൂടെയൊക്കെയാണ് ഞങ്ങൾ കുറെ കൂടെ ആത്മീകമായിട്ട് ഒരു വളർച്ചയിലേക്ക് വന്നത്. വചനമൊക്കെ പഠിച്ചത്, ആദ്യ പാഠങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു പഠിച്ചത്. അപ്പോൾ CEF-ന്റെ വോളണ്ടിയർ ആയിട്ട് വന്നിരുന്നു. പിന്നെ VYDTC എന്ന് പറഞ്ഞിട്ട് വൈവാമിൻ്റെ ഒരു 2 വീക്ക് കോഴ്സ്, അതിൻ്റെ വോളണ്ടിയർ ആയിട്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണസമയ സുവിശേഷ വേലയല്ലാതെ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ പഠനത്തിൽ നിന്നും ബാക്കിയുള്ള കുറച്ച് സമയമൊക്കെ മിനിസ്ട്രി ചെയ്യാനായിട്ട്, യേശുവിനെ ഒന്ന് സേവിക്കാനായിട്ട് സമയം കിട്ടുന്നത് പോലെയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് വൈവാം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്, അതുമായി ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ പഠിക്കാനായിട്ട് ഉള്ള ഒരു അവസരം കിട്ടി. അതും പപ്പ തന്നെയാണ് അവിടേക്ക് പോകണം എന്ന് നിർബന്ധിച്ചില്ല. ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ ബൈബിൾ സ്കൂളിനേക്കാൾ ഇതാണ് നല്ലത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. മുമ്പ് മുതലേ ബൈബിൾ കോളേജിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമോ താല്പര്യമോ എനിക്കും ഇല്ലായിരുന്നു. എന്നാൽ അങ്ങനെ വിടണമെന്ന് ഇതുവരെയും പപ്പ പറഞ്ഞിട്ടുമില്ല. എന്നാൽ വൈവാമിൽ ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു, എന്നെ അവിടെ പഠിപ്പിക്കണമെന്നുള്ളത്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വൈവാമിൽ പഠിക്കുമ്പോൾ അവിടെ ഡയറക്ടർ മുതൽ അവിടെയുള്ള സ്റ്റുഡൻറ് വരെ അവരാരും ശമ്പളം വാങ്ങുന്നവരല്ല. എല്ലാവരും സെർവ് ചെയ്യാനായിട്ടാണ് വരുന്നത്. അവിടെ നമ്മൾ ചെന്ന് വർക്ക് ചെയ്യണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, അവിടെ സെർവ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പോൾ ഡയറക്ടർ ഉൾപ്പെടെ മുഴുവൻ പേരും പൈസ അടച്ച്, അല്ലെങ്കിൽ അവിടെ ക്യാഷ് പേ ചെയ്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞ ഒരു ന്യായം ഇതാണ്, വൈവാമിൽ പഠിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് പണത്തെ മോഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പണം കിട്ടും, ശമ്പളം കിട്ടും, സാലറി കിട്ടും എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ സേവിക്കാൻ കഴിയില്ല. ഇതിന് ബെനിഫിറ്റായിട്ട് പണമല്ല കിട്ടുന്നത് എന്നുള്ള ഒരു വലിയ പാഠം, അത് ഞങ്ങളെ പഠിപ്പിക്കാനായിട്ടാണോ, എന്നെ പഠിപ്പിക്കാനായിട്ടാണോ പപ്പ നിർബന്ധിച്ചത് വൈവാമിലേക്ക് പോയി പഠിക്കണം. അങ്ങനെ ചെന്നൈയിലുള്ള ബീച്ച് സെൻറ്റർ വൈവാമിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ മറ്റ് രാജ്യങ്ങളിലുള്ള കുട്ടികളുമായി അവിടെ 1 വർഷത്തോളം പഠിക്കാനായിട്ട് എനിക്ക് ദൈവം കൃപ ചെയ്തു. 6 മാസത്തെ കോഴ്സാണ്. അതിൽ 3 മാസം ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും 3 മാസം ഔട്ട്റീച്ചും ആയിരുന്നു. അങ്ങനെ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ മറ്റ് ചില സ്റ്റേറ്റ്സുകളിൽ പോകുവാൻ കർത്താവ് സഹായിച്ചു. അവിടെയൊക്കെ പലയിടത്തും കർത്താവിനെ ഉയർത്തുവാൻ, യേശുവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ മറ്റ് പല സോഷ്യൽ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരങ്ങളുണ്ടായി. അതിനും ദൈവത്തോട് ഞാൻ എപ്പോഴും നന്ദിയുള്ളവളാണ്. ചെറിയ പ്രായം മുതൽ തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയും വചനധ്യാനവും ചിട്ടയോടുകൂടെയുള്ള ഒരു ടൈം ടേബിളും ജീവിതവും ഒക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ചെറിയ പ്രായം മുതൽ തന്നെ അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനോടൊക്കെ വളരെ
നാച്ചുറലായിട്ടുള്ള നോർമലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക, വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന, പിന്നെ ആരാധനയ്ക്ക് കൃത്യമായി സംബന്ധിക്കുക, മറ്റ് മീറ്റിങ്ങുകൾക്ക് പോവുക, ഇതൊക്കെ ജീവിതചര്യയുടെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ യേശുവിനെ വ്യക്തിപരമായി അനുഭവിക്കാനോ ആ യേശുവിൻ്റെ സ്നേഹം പേഴ്സണലായിട്ട് രുചിച്ചറിയാനോ ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ചിന്തിച്ചിട്ടുമില്ല. കൃത്യമായ ആരാധനയ്ക്ക് സംബന്ധിക്കും, മറ്റ് കൺവെൻഷനുകൾക്ക് സംബന്ധിക്കും, ഉപവാസ പ്രാർത്ഥനകളിൽ മുടങ്ങാതെ പോകും. അതൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും ഈ യേശു ആരാണ് എന്നുള്ളതും യേശുവിനെ പറ്റി കൂടുതൽ അറിയാനും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ സൺഡേ സ്കൂളുകൾ, VBSകൾ, നേരത്തെ പറഞ്ഞതുപോലെ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് എന്ന ആ സംഘടനയിൽ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അവിടെ വരുന്ന അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ പലതും സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാന നിമിഷങ്ങളിലേക്ക് സമർപ്പണത്തിൻ്റെ സമയം ആകുമ്പോഴേക്കും ഈ കർത്താവിനെ സേവിക്കണം, കൂടുതലായിട്ട് യേശുവിനെ സേവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായി. അങ്ങനെ ഒരു കൃത്യമായ സമയത്ത് ഈ യേശുവിനെ അറിയാൻ, യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിപ്പാൻ, അംഗീകരിപ്പാൻ ദൈവം കൃപ ചെയ്തു. ആ സമയം മുതൽ തന്നെ എൻ്റെ പിതാവ് പ്രഭാഷകനായിരുന്നതുകൊണ്ട് അദ്ദേഹം എന്നെയും കൂടെ അദ്ദേഹത്തിൻ്റെ വേദികളിൽ പ്രസംഗിപ്പിച്ച് പരിശീലിപ്പിച്ചു. അന്നൊക്കെ ഇംഗ്ലീഷിലായിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഈ പ്രസംഗം അദ്ദേഹം തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിരുന്നത്. ഇങ്ങനെ പ്രസംഗിച്ചു പോകുമ്പോൾ അത് എന്താണെന്ന് പറയുന്നത് എന്നുള്ളത്, പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആഴം എന്താണ് എന്നുള്ളതൊന്നും അന്ന് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ പ്രായം ഏറി വന്നപ്പോൾ, ഞാനൊരു 12-13 വയസ്സ് മുതലേ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. പ്രായം കൂടി വരുമ്പോൾ 18-20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പ്രസംഗിക്കുന്നത് എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചു തുടങ്ങി. അതിനുശേഷമാണ് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു മേഖലയിൽ, ശുശ്രൂഷയിൽ എനിക്ക് താല്പര്യം ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ പലപ്പോഴും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും രോഗാവസ്ഥകൾ വരുമ്പോൾ, ചെറിയ ചെറിയ ക്ഷീണങ്ങൾ വരുമ്പോൾ, ചെറിയ പരുക്കുകളൊക്കെ പറ്റുമ്പോൾ അന്ന് പപ്പ പറഞ്ഞു തരുന്നത് പ്രാർത്ഥിക്കുക, യേശു കർത്താവ് സൗഖ്യമാക്കും എന്നുള്ളതായിരുന്നു. ആ സമയത്തൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു. വലിയ വിശ്വാസത്തോടെയല്ല, പക്ഷേ പ്രാർത്ഥിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ കുറച്ച് മീൽസൊക്കെ കട്ട് ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെയുള്ള സൗഖ്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു തുടങ്ങി. എനിക്കത് അനുഭവമാകാൻ തുടങ്ങി. അങ്ങനെ ഈ യേശുവിലേക്ക് കുറച്ചുകൂടെ അടുക്കാനായിട്ട് സാധിച്ചു. അപ്പോഴാണ് എനിക്ക് വലിയൊരു സത്യം മനസ്സിലായത്. ഈ രക്ഷാനിർണയം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു കുടുംബത്തോടെ ചെയ്യേണ്ട, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു കാര്യമല്ല. ഇത് പേഴ്സണലാണ്, വ്യക്തിപരമായി നമ്മൾ നേടേണ്ടതാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണ് യേശുവുമായി ബന്ധമുണ്ടാകേണ്ടത് എന്നുള്ള ഒരു സത്യം അന്നാണ് എനിക്ക് ബോധ്യമായി തുടങ്ങിയത്. വ്യക്തിപരമായി നമ്മൾ കർത്താവുമായിട്ട് അടുക്കുക, ഈ യേശുവിനെ അറിയുക, ഈ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിയുക, മനസ്സിലാക്കുക, അതാണ് നമുക്ക് വേണ്ടത്. എനിക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി എൻ്റെ സഭ പ്രാർത്ഥിക്കും, എൻ്റെ പാസ്റ്റർ പ്രാർത്ഥിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ പറയുന്നു, നമുക്ക് ദൈവവുമായി ബന്ധം ഉണ്ടാകേണ്ടത് വളരെ വ്യക്തിപരമായിട്ടാണ്. ആ യേശുവിനെ കൂടുതൽ രുചിച്ചറിയുവാൻ, യേശുവിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ, സമൃദ്ധിയിൽ നടക്കുവാൻ എല്ലാം വ്യക്തിപരമായി ദൈവവുമായി അടുത്ത ഒരു ബന്ധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം വൈവാമിൽ 1 വർഷത്തോളം ഞാൻ അവിടെ പഠിക്കുകയുണ്ടായി. അതിനുശേഷം തിരിച്ചു വന്നിട്ട് എൻ്റെ പിതാവിനെ ഹെൽപ്പ് ചെയ്യുകയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് ജീവകാരുണ്യം എന്ന ഒരു മന്ത്ലി ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. പപ്പ തന്നെയാണ് അതിൻ്റെ പത്രാധിപരും. ആ സമയത്ത് ആ പത്രത്തിൽ എഴുതുവാനും ഒക്കെ അവസരമുണ്ടായിട്ടുണ്ട്. പല വിഷയങ്ങളെ പറ്റിയൊക്കെ എഴുതാനായിട്ട് ഇടയായിട്ടുണ്ട്.
ആ എഴുതിയ കാര്യങ്ങളിൽ നിന്നും പലരും എന്നെ വിളിച്ച് അഭിനന്ദിച്ചതും അതുപോലെ ചോദിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയ പിതാവും, അദ്ദേഹം പ്രഭാഷകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം പ്രസംഗിച്ചതും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുക എന്നുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. എൻ്റെ പ്രിയ പിതാവ് പലപ്പോഴും പ്രസംഗത്തിലൂടെ പറയുന്ന ഒരു വാക്യമുണ്ടായിരുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ അനുഭവങ്ങൾ പറയുമ്പോൾ പറയുന്ന ഒരു വാക്യം, ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തെ പറ്റി വചനത്തിൽ നിന്നൊരു വാക്യം അദ്ദേഹം കോട്ട് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. അത് ഞങ്ങളുടെ അനുഭവമാണ്. അന്ന് പ്രസംഗത്തിലൂടെ പപ്പ അത് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. റാന്നിക്കടുത്തുള്ള പൊന്നൻപുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ച് വളർത്തപ്പെട്ടത്. 6 മക്കളിൽ മൂത്തയാളായിട്ട് അദ്ദേഹം വളർന്നു. കൊടും പട്ടിണി ഉണ്ടായിരുന്നു. വലിയ ദാരിദ്ര്യത്തിലൂടെയാണ് അവർ വളർന്നു വന്നത്. അപ്പച്ചൻ, അതായത് പപ്പായുടെ പപ്പ, അപ്പച്ചൻ പല പണികൾക്കും പോയിട്ടാണ് ഈ മക്കളെ വളർത്തിയിരുന്നത്. ആ ഒരു കുഞ്ഞു ഗ്രാമത്തിൽ അദ്ദേഹം പ്രാഥമിക പഠനമെല്ലാം കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഉപരിപഠനത്തിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. അങ്ങനെ വന്നതിന് ശേഷം ഇവിടെ സഭാ ശുശ്രൂഷ ഏറ്റെടുത്തു. അന്ന് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ആ ശുശ്രൂഷ ഏറ്റെടുത്തു. അന്ന് മുതലേ പ്രസംഗിക്കാനും അതുപോലെ മറ്റ് ശുശ്രൂഷകളിൽ കാര്യമായി ഒരു സംഭാവന അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ആ പഠന സമയത്ത് തന്നെ ഈ ശുശ്രൂഷയ്ക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം വിവാഹം കഴിച്ചു. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ കേട്ടറിവുള്ള കാര്യമാണ്. എന്നാൽ ആ പഠനത്തോടുള്ള ബന്ധത്തിൽ, ആ പഠനത്തിന് ശേഷം ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് ഇടയായി. ആ സമയത്ത് ഫീസ് കൊടുക്കാൻ പോലും ഇല്ലാതിരുന്നു. വേറെ ആരോ, വിദേശത്ത് നിന്ന് ആരോ ആണ് അദ്ദേഹത്തെ സ്പോൺസർ ചെയ്തത്. ആരാണെന്ന് ഇന്ന് വരെയും അറിയില്ല. ആ ഒരു പട്ടിണിയുടെ സമയത്ത് അന്നും അമ്മച്ചി, അതായത് പപ്പയുടെ അമ്മ, കൃത്യമായി ആരാധനയ്ക്ക് പോകുമ്പോൾ സ്തോത്രകാഴ്ചയും അതുപോലെ പിടിയരി, പുഴുക്കലരി അതാണ് ഉള്ളത്. ആ പിടിയരി കൃത്യമായി ദൈവസഭയിൽ ദശാംശമായിട്ട് സ്തോത്രകാഴ്ചയായിട്ട് അർപ്പിക്കുമായിരുന്നു. അതിലൊരു വീഴ്ച വരുത്തിയിരുന്നില്ല. എന്നാൽ ആ വിശ്വസ്തത ദൈവം കണ്ടതുകൊണ്ട് ഞങ്ങളുടെ കാലം വന്നപ്പോഴേക്കും ആ അവസ്ഥയെല്ലാം മാറി വലിയ സമൃദ്ധി ദൈവം ഞങ്ങൾക്ക് നൽകി. മുൻപേ പറഞ്ഞതുപോലെ ചിൽഡ്രൻസ് ഹോമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മാസം തന്നെ ഏകദേശം 2-3 ചാക്ക് അരിയോളം ഞങ്ങളുടെ വീട്ടിൽ ചിലവാകുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ പാവപ്പെട്ട മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് ദൈവം സഹായിച്ചു. ആ ഒരു വിശ്വസ്തത ദൈവം കണ്ടു. അങ്ങനെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ജീവിതത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ പപ്പയുടെ ആ ഉപരി പഠനം കഴിഞ്ഞു, ശുശ്രൂഷയിലേക്ക് വന്നു. ഈ പത്രം തുടങ്ങി, സഭാ ശുശ്രൂഷ ഉണ്ട്. ആ സമയത്ത് ഞങ്ങള് വളരെ ചെറിയ കുട്ടികളായിരുന്നു. പല രാജ്യങ്ങളിലും ഒക്കെ പപ്പ പോയിട്ടുണ്ട്. ജർമ്മനിയിൽ തന്നെ 6ഓളം പ്രാവശ്യം അദ്ദേഹം പര്യടനം നടത്തിയിട്ടുണ്ട്. അമേരിക്കയിൽ, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഒക്കെ ഈ സുവിശേഷവുമായി പോകുവാൻ, ഈ യേശുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് വാതിൽ തുറക്കപ്പെട്ടു എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വാക്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവമാണ്. സാഹചര്യങ്ങൾ എല്ലാം മാറി ദൈവം അനുഗ്രഹിച്ചു. ആ സമയത്ത് പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. വലിയ ഹോട്ടൽ, സ്റ്റാർ ഹോട്ടലിലൊക്കെ ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ, സ്റ്റാർ ഹോട്ടലിലൊക്കെ ഭക്ഷണത്തിനായിട്ട് ഇരിക്കുമ്പോൾ അവിടെ നിറയെ വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുമ്പോൾ, 100 വിഭവങ്ങൾ നിരത്തി വെച്ചിരിക്കുമ്പോൾ അതിനിടയിൽ കപ്പ എന്നുള്ള ഒരു ഐറ്റവും ഉണ്ട്. നമുക്കറിയാം, മരിച്ചീനി. അപ്പോൾ പപ്പ പറഞ്ഞ ഒരു കാര്യമാണ്,
ഈ കപ്പ അവരുടെ കുട്ടിക്കാലത്ത് ദാരിദ്ര്യം മാറ്റിയിരുന്ന, അഥവാ പണക്കാർക്കൊന്നും വേണ്ടാതെ പാവപ്പെട്ടവന്റെ ഭക്ഷണമായിട്ട് കിടന്നിരുന്ന ആ ഒരു മരച്ചീനി ഇന്ന് അത് സ്റ്റാർ ഹോട്ടലിലെ ബുഫേ ടേബിളിൽ വന്നു എങ്കിൽ ആ ഒരു സാക്ഷ്യം പറയാനായിട്ടുള്ളത് എനിക്കും പിന്നെ ആ കപ്പയ്ക്കും മാത്രമാണ്. ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങ് പോകണം, അക്കരെ നാട്ടിൽ പോകണം, എനിക്ക് മരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പലപ്പോഴും ഇങ്ങനെ പറയുമെങ്കിലും നമ്മളതിനെ ഒന്നും കാര്യമായിട്ട് എടുത്തിരുന്നില്ല. പക്ഷെ ആ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു എന്ന് വേണം പറയാൻ. റാന്നിയിൽ ഇടമൺ, അതായത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഇടമൺ എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷനിൽ രാത്രി പ്രസംഗിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നിത്യതയിൽ ചേർക്കപ്പെടുന്നത്. പെട്ടെന്ന് മറ്റു രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അദ്ദേഹം മുമ്പിലേക്ക് വീണ് ഉടനെ തന്നെ മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹം സബലീകരിച്ചു എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക്, മക്കളായ ഞങ്ങളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഞങ്ങൾ എവിടെയായിരുന്നാലും ഏതൊരു ജോലിയിലാണെങ്കിൽ തന്നെയും എവിടെയായിരുന്നാലും ഈ യേശുവിനെ സാക്ഷിക്കണം, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ഒരു വക്താവായി നിൽക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ കൂടെ കൊണ്ട് നടന്ന് പ്രസംഗിക്കാൻ പരിശീലിപ്പിച്ചതും ഇന്ന് അത് എനിക്ക് വലിയൊരു നന്മയായി തീർന്നിരിക്കുന്നതും. ഈ യേശു കർത്താവിനെ തലമുറയോളം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ ഞങ്ങൾ ആ പുസ്തകം ചുമക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം അത് ദൈവം മാനിച്ചു. ഇന്ന് ഞങ്ങൾ, മക്കളായ ഞങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ആ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനായി ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് അദ്ദേഹം പകർന്നു തന്ന ആത്മീക ചിന്തകൾ, ആത്മീകമായ ഉത്തേജനം, അത് ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുന്നു. കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. വിശ്വസ്തയോടെ നമ്മൾ ദൈവത്തെ സേവിച്ചാൽ നമ്മുടെ തലമുറയെയും ദൈവം കരങ്ങളിലെടുക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എന്നുള്ളത്. അതിരുകളില്ലാത്ത ദൈവസ്നേഹം ആവോളം രുചിച്ചറിഞ്ഞ ഈ സഹോദരിയുടെ ദൈവാശ്രയ ജീവിത കഥ പ്രേക്ഷകർക്ക് പ്രചോദനമാകട്ടെ. യേശു എന്നെ അനുദിനം നടത്തിടുന്നു, നാൾതോറും തൻ കരങ്ങൾ പോറ്റിടുന്നു. കാറ്റിലും കൊടുങ്കാറ്റിലും